സാഹിത്യ സൗന്ദര്യത്തിൻ്റെ ഒരു യുഗം നമ്മളിൽ നിന്ന് അകന്നുപോയിട്ട് ഒരു വർഷം തികയുന്നു. അകന്നുപോയെങ്കിലും അദ്ദേഹം സമ്മാനിച്ച അക്ഷര വെളിച്ചത്തിൻ്റെ ഉജ്ജ്വല പ്രകാശം എന്നും മലയാള സാഹിത്യ ലോകത്തിൽ നിറഞ്ഞു നിൽക്കും. 1933 ആഗസ്റ്റ് 9 പാലക്കാട് കൂടല്ലൂരിൽ ജനിച്ച മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന മലയാളത്തിൻ്റെ സ്വന്തം MT. എഴുത്തുകാരനായും തിരക്കഥാകൃത്തായും സിനിമാ സംവിധായകനായും ആ സാഹിത്യകാരൻ മലയാള സാഹിത്യ ലോകത്തെ സമ്പുഷ്ടമാണ്. ഇളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന MTയുടെ രചനകളിൽ വള്ളുവനാടൻ ഗ്രാമങ്ങളിലെ മരുമക്കത്തായവും തറവാടുകളുടെ തകർച്ചയും വ്യക്തികളുടെ ആന്തരിക സംഘർഷങ്ങളും മനോഹരമായി വരച്ചു ചേർത്തു. തിരസ്കരിക്കപ്പെട്ടവന്റെ വിഷാദം നമുക്ക് മുന്നിലെത്തിച്ച അസുരവിത്ത് എന്ന കൃതിയിലെ ഗോവിന്ദൻകുട്ടി മഹാഭാരതത്തിൽ ശക്തിമാനായി മാത്രം കണ്ട ഭീമനെ MT തൻ്റെ എഴുത്തിലൂടെ ആഴത്തിലുള്ള ചിന്തയിലേക്കും വികാരമുള്ള കഥാപാത്രമാക്കി മാറ്റി. നാട്ടിൻ പുറത്തു നിന്ന് വന്ന് നഗരത്തിൽ ജീവിതം കെട്ടിപ്പടുക്കുന്ന കാലം എന്ന കൃതിയിലെ സേതു, നാലുകെട്ടിലെ അപ്പുണ്ണി, അങ്ങനെ എത്രയോ അനശ്വര കഥാപാത്രങ്ങൾ MT തൻ്റെ എഴുത്തിലൂടെ വായനക്കാരുടെ മനസ്സിൽ പറിച്ചു നട്ടിരിക്കുന്നു. എഴുത്തുകാരൻ എന്ന നിലയിൽ മാത്രമല്ല, ദൃശ്യഭാഷയുടെ മാന്ത്രികൻ കൂടിയായിരുന്നു MT. സിനിമയിലും അദ്ദേഹം തൻ്റെതായ ഒരിടം കണ്ടെത്തി എഴുതിയ തിരക്കഥകളും സംവിധാനം ചെയ്ത സിനിമകളും എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളാണ്. നിർമാല്യം, ഒരു വടക്കൻ വീരഗാഥ, ബന്ധനം, സുഹൃതം, പഞ്ചാഗ്നി, അങ്ങനെ ഒരുപാട്. സ്ത്രീ കഥാപാത്രങ്ങളെ അതിസൂക്ഷ്മമായി അവതരിപ്പിച്ച് അവരുടെ നിശബ്ദമായ വേദനകളെയും പ്രതിരോധങ്ങളെയും മലയാള സാഹിത്യത്തിൽ വരച്ചു ചേർത്തു. ഏവരിലും അതിശയം ജനിപ്പിക്കുന്ന വിധമാണ് MT എന്ന മഹാപ്രതിഭ നേടിയെടുത്ത പുരസ്കാരങ്ങൾ. 1995 ഇന്ത്യയിലെ പരമോന്നത പുരസ്കാരമായ ജ്ഞാനപീഠം ലഭിച്ചു. 2005 പത്മഭൂഷൺ, 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, 2011 എഴുത്തച്ഛൻ പുരസ്കാരം, 2013 JC ഡാനിയൽ പുരസ്കാരം, കൂടാതെ 4 തവണ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം MT നേടിയിട്ടുണ്ട്. അതിനോടൊപ്പം 2025 പത്മവിഭൂഷണും ലഭിച്ചു. MTയും നിളയും തമ്മിലുള്ള ബന്ധം മലയാളികൾക്ക് മറക്കാനാവില്ല. നിളയുടെ നിറവും ഭംഗിയും വായനക്കാരിൽ എത്തിച്ച കഥാകാരനാണ് MTക്ക് നിള കേവലം ഒരു നദിയല്ല, മറിച്ച് തൻ്റെ കഴിവുകളെ ഉയർത്തിയ അമ്മയാണ്. കാലം, നാലുകെട്ട് തുടങ്ങിയ കൃതികളെല്ലാം നിളയുടെ മടിത്തട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. 2024 ഡിസംബർ 25 മലയാള സാഹിത്യത്തെയും തൻ്റെ പ്രിയ വായനക്കാരെയും നിരാശയിലാഴ്ത്തി. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണം ആ മഹാപ്രതിഭ ഈ ലോകത്തോട്